CSKയുടെ ചെപ്പോക്കിലായത്ത മത്സരമാണ്. സഞ്ജുവിൻ്റെ മഞ്ഞ ജേഴ്സിയിൽ ചെപ്പോക്കിലായത്ത മത്സരമാണ്. ഒരുപാട് വൈകാരികതകളുണ്ട് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം. നമുക്കറിയാം, ആദ്യ മത്സരത്തിൽ RRനെതിരെ, സ്വന്തം മുൻ ടീമിനെതിരെ സഞ്ജുവിന് തിളങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോൾ തന്നെ ലോകകപ്പിലെ സഞ്ജുവിൻ്റെ പ്രകടനമൊക്കെ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ മനഃപൂർവ്വം മറന്നുകൊണ്ടാണെന്ന് തോന്നുന്നു, വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളും ട്രോളുകളും ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ തന്നെ, ഒറ്റ മത്സരം പരാജയപ്പെട്ടപ്പോൾ തന്നെ തീർച്ചയായിട്ടും. അപ്പോൾ അതിനെല്ലാം ഒരു മറുപടി സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്ന് നാളെ പിറക്കേണ്ടതുണ്ട് ചെപ്പോക്കിൽ. മാത്രമല്ല, തീർച്ചയായിട്ടും ഒരു ചെപ്പോക്കിലൊരു ആവേശം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ചിന്നസ്വാമിയിൽ പറയുന്ന പോലെ തന്നെ ചെപ്പോക്കിലെ കാണികൾ എന്ന് പറയുന്നത് അത്ര കണ്ട് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ളൊരു കാണിക്കൂട്ടമാണ് വരാനുള്ളത്. അവർ തന്നെ അവരുടെ ഒരു നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ എന്നുള്ള നിലയിൽ കാണുന്ന താരം കൂടിയാണ് സഞ്ജു. അപ്പോൾ തീർച്ചയായിട്ടും സമ്മർദ്ദമില്ലാതെ കളിച്ചു. സമ്മർദ്ദം എന്നുള്ള വാക്കിന് ഇപ്പോൾ സഞ്ജുവിനൊന്നും ഉണ്ടാവില്ല. ലോകകപ്പിൽ അത്രയും ഗംഭീര നോക്ക് നടത്തിയാക്കുന്ന സമ്മർദ്ദം സഞ്ജു വളരെ കൂളായിട്ട് വന്ന് സമ്മർദ്ദം എന്നുള്ള വാക്ക് ലോകകപ്പിൽ സഞ്ജുവിന് സമ്മർദ്ദം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ആ ടീം തന്നെ ഒരു ബാലൻസ്ഡ് ടീമാണ്. സഞ്ജുവിന് ഓപ്പണറായിട്ട് ഇറങ്ങുമ്പോൾ പോലും സഞ്ജുവിന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരുപാട് പേര് ആ ടീമിലുണ്ട്. ഈവൻ ശിവൻ ദൂബെ വരെയുള്ള താരങ്ങൾ, ഹർദിക് പാണ്ഡ്യ വരെയുള്ള താരങ്ങൾ, സൂര്യകുമാർ യാദവ്, അതുപോലെ ഇന്ത്യയുടെ ഇഷാൻ കിഷൻ, ആ ബാറ്റ്സ്മാർമാരൊക്കെ സെറ്റായിട്ടുള്ള ഒരു ഇന്ത്യൻ ടീമാണ്. ലോകകപ്പിൽ സഞ്ജുവിന് സമ്മർദ്ദം ഉണ്ടാവില്ല. പക്ഷേ ചെന്നൈക്ക് വേണ്ടി കളിക്കുമ്പോൾ സമ്മർദ്ദം ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് പ്ലാറ്റ്ഫോമാണ് ലോകകപ്പിലെ. അത് സഞ്ജു കളിക്കുന്നതെല്ലാം അല്ല, ലോകകപ്പിൽ നോക്കൌട്ട് മത്സരങ്ങളാണ് ആയിക്കോട്ടെ. പക്ഷേ ലോകകപ്പിൽ സഞ്ജുവിന് വിശ്വസിക്കാൻ കഴിയുന്ന മുമ്പിൽ ചോദിച്ചിട്ടും കരിയറാണ്. ഈ IPL ഒരു 5 മത്സരത്തിൽ 0 പുറത്തായാലും സഞ്ജു വീണ്ടും കളിക്കും. പക്ഷെ അതുപോലെയല്ലേ ലോകകപ്പിലെ സാഹചര്യം. ലോകകപ്പിൽ ഒരു മത്സരം പരാജയപ്പെട്ടിരുന്നെങ്കിൽ സഞ്ജുവിന്റെ കരിയർ അവിടെ തീർന്നേനെ. അല്ല, സഞ്ജുവിന്റെ കരിയർ അതൊക്കെ നമുക്ക് അവിടെ നിർത്താം. പക്ഷേ ഈ രണ്ട് ടീമായിട്ട് നോക്കുമ്പോൾ ഈ ലോകകപ്പ് ടീം എന്നുള്ളത്, ഇന്ത്യൻ ടീം എന്നുള്ളത് പ്രതിഭകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ടീമാണ്. ഇന്ത്യക്ക് ബോളേഴ്സിൻ്റെ ബുംറ പോലുള്ളൊരു ബോളർ അവിടെ ഉണ്ട്. പക്ഷേ CSKക്ക് വേണ്ടി കളിക്കുന്ന സമയത്ത് കഴിഞ്ഞ മത്സരം കണ്ടപ്പോൾ തോന്നിയൊരു കാര്യമാണ്, ഈ ടീം എന്നുള്ളത്, CSK എന്ന ടീം എന്നുള്ളത് അതീവ ദുർബലമായൊരു ടീമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം സഞ്ജു ഔട്ടാകുകയാണെങ്കിൽ സഞ്ജുവിന് തീർച്ചയായിട്ടും അടുത്ത മത്സരത്തിൽ സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം സഞ്ജു കണ്ടിരിക്കുന്നു കഴിഞ്ഞ ടീമിൻ്റെ തകർച്ച. നമുക്ക് ആദ്യമാണെങ്കിൽ ധോണി ഉണ്ടായിരുന്നെങ്കിൽ ധോണിയെങ്കിലും അവിടെ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ. സഞ്ജു ഔട്ടാന് ശേഷം ആരൊക്കെയാണുള്ളത്? പിന്നെ ഉള്ളത് സർഫറാസ് ഖാൻ വരുന്നു. പിന്നെ മാറ്റ് ഷോട്ടിന് ആസ്ട്രേലിയ പോലും ഉപയോഗിക്കാൻ മടിക്കുന്ന, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്തൊരു ഷോട്ട് എന്നുള്ള വിദേശ താരം വരുന്നു. പിന്നെയുള്ള താരങ്ങളൊക്കെ കഴിഞ്ഞ മത്സരത്തിൽ അവരൊക്കെ വിക്കറ്റ് വലിച്ചെറിഞ്ഞതും വിക്കറ്റ് പോയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സഞ്ജുവിൽ ഞാൻ മാത്രമാണ് എന്നിൽ ഫോക്കസ് ചെയ്യപ്പെടുന്നു എന്ന രീതിയിലുള്ളൊരു സമ്മർദ്ദം തീർച്ചയായിട്ടും ആ ടീമിലുണ്ടാകാൻ സാധ്യതയുണ്ട്.